അപ്പോൾ നമ്മുടെ പിന്നിൽ നടക്കുന്ന കണ്ടില്ലേ, ഒരു പ്രാക്ടീസ് മാച്ചല്ല, ഒരു ഫ്രണ്ട്ലി മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടീംമേറ്റിൻ്റെ ഡോഗിനെ പുള്ളി കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇവനെ പരിചയപ്പെടുത്താം. എൻ്റെ പേരാണ് ഡാനിക്കുട്ടൻ. കുറേ നാളായി കേട്ടോ ഞാൻ ലീഷൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ആ ലീഷൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് ആ ഒരു പഴയ ഒരു മാക്സിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്ത്. ആ ലീഷൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് എത്ര നാളായെന്നറിയാം ലീഷൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ലീഷോട്ടൊക്കെ പിടിച്ചിങ്ങനെ ഒന്ന് വാക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു പഴയ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു. ഇവൻ ആക്ച്വലി 14 വയസ്സുണ്ട് കേട്ടോ, 14 വയസ്സുണ്ട് ഇവനൊരു റെസ്ക്യൂ ഡോഗാണ്. അപ്പം പുള്ളി ഭയങ്കര കാര്യമായിട്ടാണ് അവിടെ നോക്കുന്നത്. അന്നേരം പുള്ളി ജസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അവനെ ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നല്ല അനുസരണയുണ്ട്, നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡാനി സിറ്റ്, ഗുഡ് ബൈ. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞാലൊക്കെ എല്ലാം കേൾക്കും. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, പുള്ളി എന്നെ പരിചയപ്പെടുത്തിയിട്ടാണ് പോയത്. ഇത് AJ ആണ്, അപ്പോൾ AJ നിന്നെ ടേക്ക് കെയർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം നമ്മളായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയി. പിന്നെ പുള്ളിയെ തന്നെ അവൻ നോക്കുന്നത് കേട്ടോ. അവൻ്റെ ഫുള്ള് എൻ്റെ കൂടെ ആണെങ്കിലും അവൻ്റെ മൈൻഡ് ഫുള്ള് പുള്ളി എടുത്താണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് അറിയാമല്ലോ, ഡോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അവർക്ക്. അപ്പോൾ അത്രയും കാര്യമായിട്ടാണ് അവർ ഡോഗിനെല്ലാം അവർ നോക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, ഭയങ്കര കമ്പാനിയാണ്. ഇവിടെ നമ്മൾ എവിടെ നടന്നു കഴിഞ്ഞാലും ആരുടെ കൂടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡോഗ് ഉണ്ടാവും. ഫുള്ള് വാക്കിങ്ങിനായാലും കാര്യത്തിനായാലും എല്ലാം ഇങ്ങനെ കൊണ്ടുനടക്കും. എനിക്കും ഇതിനൊക്കെ ഒരു കൂട്ടുകാരനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഒരു സെറ്റപ്പൊന്നും ആയിട്ടില്ല. നമ്മളെന്തായാലും ഡോഗിനെ എടുക്കും ഉറപ്പായിട്ടും. അപ്പം അപ്പം നിങ്ങൾക്ക് ഡാനിയെ പരിചയപ്പെട്ടില്ലേ എല്ലാവരും. അപ്പം നിങ്ങൾക്ക് ഡാനി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.